ഒരു പരിപാടിയില്ല. കേരള രാഷ്ട്രത്തിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ ഭൂകമ്പത്തിനാണ് ഇപ്പോൾ പുന്നപ്രയും വയലാറും രക്തസാക്ഷികൾ ഉറങ്ങുന്ന ആ വീരമണ്ണായ ആലപ്പുഴയും അതുപോലെ തന്നെ കരിമ്പനകൾ കാവൽ നിൽക്കുന്ന പാലക്കാടൻ മണ്ണും ചുവപ്പിന്റെ ആസ്ഥാനമായ കണ്ണൂരും ഒരേ സമയം സാക്ഷ്യം വഹിക്കാൻ പോകുന്നത്. കേട്ടോളൂ കേരളമേ, ഇത് വെറുമൊരു രാഷ്ട്രീയ വാർത്തയല്ല. പതിറ്റാണ്ടുകളാം CPIM-ന്റെ ഉരുക്ക് കരുത്തായിരുന്ന മഹാമേരുക്കൾ ഒരേ സമയം കടപുഴകി വീഴുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ജി സുധാകരൻ എന്ന രാഷ്ട്രീയ അധികായൻ 63 വർഷത്തെ തന്റെ വിപ്ലവ ജീവിതം അവസാനിപ്പിച്ച് കൈപ്പത്തി പിടിക്കാൻ പോകുമ്പോൾ പാലക്കാട്ടെ പാർട്ടിയുടെ സർവാധിപതിയായിരുന്ന PK ശശി ചുവപ്പ് താവളത്തിൽ കലാപക്കൊടി ഉയർത്തി വിമത കൺവെൻഷൻ വിളിച്ചു ചേർത്ത് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരണത്തിലേക്ക് നീങ്ങുകയും ചെയ്യുന്നുണ്ട്. ഇവർക്കൊപ്പം തന്നെ കണ്ണൂരിന്റെ മണ്ണിൽ നിന്നും സത്യം വിളിച്ചു പറഞ്ഞതിന്റെ പേരിൽ പുറത്താക്കപ്പെട്ട വി കുഞ്ഞികൃഷ്ണൻ കൂടി വിമതനായി മത്സരരംഗത്തേക്ക് ഇറങ്ങുമ്പോൾ AKG സെന്ററിന്റെ തറക്കല്ലുകളെല്ലാം ഇളകുന്ന സാഹചര്യമാണുള്ളത്. ഇത് വെറുമൊരു കൂടുമാറ്റമൊന്നുമല്ല, മറിച്ച് 2026 വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഗതി തന്നെ മാറ്റിമറിക്കാൻ പോകുന്നൊരു മഹാവിസ്മയം കൂടിയാണ്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ വിശേഷിപ്പിച്ചതുപോലെ കേരളം ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു രാഷ്ട്രീയ വിസ്മയമായി ഈ നീക്കങ്ങൾ മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. നിങ്ങൾ ഒന്നാലോചിച്ച് നോക്കൂ, 63 വർഷം ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചിട്ട് ഒടുവിൽ ആത്മാഭിമാനം മുറിവേറ്റ് പടിയിറങ്ങേണ്ടി വരുമ്പോൾ ജി സുധാകരന്റെ ഉള്ളിനുണ്ടാകുന്ന ആ കനൽ എത്ര വലുതായിരിക്കുമെന്നത്. 2026 മെമ്പർഷിപ്പ് സ്ക്രൂട്ടണി കാലയളവിൽ തന്റെ പാർട്ടി അംഗത്വം പുതുക്കാൻ അദ്ദേഹം തയ്യാറായില്ല എന്നത് CPM നേതൃത്വത്തിന്റെ മുഖത്തേറ്റ വലിയൊരു പ്രഹരം കൂടിയാണ്. തന്റെ അച്ഛനെ പോലും അധിക്ഷേപിക്കുന്ന തരം താഴ്ന്ന രാഷ്ട്രീയക്കാരെ സംരക്ഷിക്കുന്ന നേതൃത്വത്തെ നോക്കിക്കൊണ്ട് ആ വിപ്ലവകാരി വിട പറയുമ്പോൾ അത് CPM-ന്റെ തകർച്ചയുടെ തുടക്കം കൂടിയാണ്. അടിയന്തരാവസ്ഥയിൽ ലോക്കപ്പ് മർദ്ദനം ഏറ്റുവാങ്ങിയ ആ നേതാവിനെ സ്വന്തം വീടിനടുത്തുള്ള പരിപാടിക്ക് പോലും ക്ഷണിക്കാതെ അപമാനിച്ചപ്പോൾ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പത്രസമ്മേളനത്തിൽ സുധാകരനെ പുച്ഛിച്ചുകൊണ്ട് അട്ടഹസിച്ച് ചിരിച്ച ആ നിമിഷമുണ്ടല്ലോ, ആ ചിരിയാണ് സുധാകരനെ കോൺഗ്രസിന്റെ വഴിയിലേക്ക് നയിച്ചിരിക്കുന്നത്. തന്നെ പരിഗണന അർഹിക്കാത്തവനായി മുദ്ര കുത്തിയവർക്ക് താൻ ആരാണെന്ന് കാണിച്ചു കൊടുക്കാനുള്ള രാഷ്ട്രീയ ദൗത്യം കൂടിയാണ് ഇപ്പോൾ അദ്ദേഹം ഏറ്റെടുത്തിരിക്കുന്നത്. CPM-നുള്ളിലെ ഏകാധിപത്യ പ്രവണതകളും അതുപോലെ തന്നെ ജനവിരുദ്ധ നിലപാടുകളും അതിന്റെ ഉച്ചസ്ഥായിലെത്തി നിൽക്കുന്ന ഈ സമയത്താണ് പാർട്ടിയുടെ പൊള്ളത്തരങ്ങൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസിന്റെ കുടുംബവാഴ്ച എന്ന് നാഴിക്ക് 40 വട്ടം പരിഹസിക്കുന്ന CPM ഇന്ന് കേരളത്തിലെ ഏറ്റവും വലിയ കുടുംബ ട്രസ്റ്റായി മാറിയിരിക്കുകയാണെന്നുള്ള യാഥാർത്ഥ്യമാണ് ഇവിടെ മനസ്സിലാക്കേണ്ടത്. സുധാകരനും ശശിയും കുഞ്ഞികൃഷ്ണനും ഇപ്പോൾ തുറന്നു കാട്ടുന്നതും അതൊക്കെ തന്നെയാണ്. മാത്രമല്ല, ഓരോരോ സൈബർ സഖാക്കളടക്കമുള്ളവർ വിമർശനങ്ങളുമായി രംഗത്ത് വരുന്ന സാഹചര്യം ഉണ്ടാകുന്നു. കോൺഗ്രസിന്റെ സൈബർ വിങ്ങും ഇത് വലിയ തരത്തിൽ ഏറ്റെടുത്തിട്ടുണ്ട്. കണ്ണൂരിലെ PK തറവാട് നോക്കിയാൽ തന്നെ ഇതിന്റെ വ്യാപ്തി നമുക്ക് എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുമെന്നുള്ള ആക്ഷേപങ്ങളാണ് ഉണ്ടാകുന്നത്. ഒരു കുടുംബത്തിൽ നിന്ന് മാത്രം പാർട്ടിക്ക് ലഭിച്ചിരിക്കുന്ന വമ്പൻ സിരയൊന്ന് നോക്കൂ. മുൻ മന്ത്രിയും MP-യുമായ PK ശ്രീമതി, അവരുടെ സഹോദരനും മുൻ കണ്ണൂർ ജില്ലാ സെക്രട്ടറിയുമായ P ജയരാജൻ, സഹോദരിയും വനിതാ കമ്മീഷൻ അധ്യക്ഷയുമായ P സതീദേവി. അവിടെ ഒന്നും തീരുന്നില്ല. LDF കൺവീനർ EP ജയരാജൻ ശ്രീമതിയുടെയും ജയരാജന്റെയും സഹോദരി PK ഇന്ദിരയുടെ ഭർത്താവാണ്. ഇവിടെ സതീദേവിയുടെ ഭർത്താവാകട്ടെ പരേതനായ മുൻ MLA M ദാസനും. ഇതിനെയാണോ നിങ്ങൾ വിപ്ലവ പ്രസ്ഥാനം എന്ന് വിളിക്കുന്നു എന്നുള്ള ചോദ്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ഉയർന്നു വരുന്നത്. ഒരു കുടുംബം മാത്രം ഒരു പാർട്ടിയെയും നാടിനെയും ഭരിക്കുമ്പോൾ അതിനെ കുടുംബവാഴ്ച എന്നല്ലാതെ മറ്റെന്താണ് വിശേഷിപ്പിക്കുക എന്നുള്ളതാണ് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ UDF-ന്റെ സൈബർ അണികളെല്ലാം ചോദിച്ചു വെക്കുന്നത്. പാർട്ടിക്കുള്ളിലെ പവർ കപ്പിൾസ് മാച്ച് കണ്ടാൽ ആരും അമ്പരന്ന് മൂന്ന സാഹചര്യം ഉണ്ടാകും. ഭാര്യ ഭർത്താക്കന്മാരുടെ വിപ്ലവം എന്നൊക്കെ ഇതിനെ വിളിക്കാമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ പോലും പറഞ്ഞു വെക്കുന്നത്. പാർട്ടി സെക്രട്ടറി MV ഗോവിന്ദന്റെ ഭാര്യ PK ശ്യാമള നഗരസഭ അധ്യക്ഷയാകുന്നു. ഒടുവിൽ കോഴിക്കോട് ജില്ലാ സെക്രട്ടറി PK മോഹന്റെ ഭാര്യ KK ലതിക, മുൻ MLA KK ശൈല ടീച്ചർ മന്ത്രിയാകുമ്പോൾ ഭർത്താവ് K ഭാസ്കരൻ മുൻ നഗരസഭ ചെയർമാനാകുന്നു. സ്പീക്കർ AM ഷംസീറിന്റെ ഭാര്യയ്ക്ക് സർവകലാശാലയിൽ നിയമനം ലഭിച്ച വിവാദം കേരളമൊന്നും ഇന്നും മറന്നിട്ടില്ല. അടുത്ത തലമുറയിലേക്ക് വരുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വിചിത്രമാകുന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. സാധാരണക്കാരായ പ്രവർത്തകർ വെയിലും മഴയുമേറ്റ് തല്ലുവാങ്ങുമ്പോൾ നേതാക്കളുടെ മക്കൾ IT ബിസിനസ്സിലും വിദേശ ഉന്നത തസ്തികളിലും കഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നാം കാണുന്നത്. അവിടെ കഷ്ടപ്പെടുന്ന പറയുമ്പോൾ അവിടെ ആഘോഷിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. നാം ഒന്ന് ആലോചിക്കണം, മുഖ്യമന്ത്രിയുടെ മകൾ IT ബിസിനസ്സിൽ തിളങ്ങുമ്പോൾ മറ്റ് പല നേതാക്കളുടെയും മക്കൾ വിദേശത്തും സ്വദേശത്തുമായി വമ്പൻ ബിസിനസ്സുകൾ നടത്തുന്ന സാഹചര്യമുണ്ട്. ഇതിനെല്ലാമെതിരെ ശബ്ദമുയർത്തിയ സുധാകരനെ ഒതുക്കാൻ ശ്രമിച്ചപ്പോൾ PK ശ്യാമളയെ വീണ്ടും MLA സ്ഥാനാർത്ഥിയാക്കാൻ പാർട്ടി സെക്രട്ടറി കാട്ടുന്ന തിടുക്കം അണികൾക്കിടയിൽ പോലും വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുമുണ്ട്. ആലപ്പുഴയിലെ ഈ പൊട്ടിത്തെറിക്കൊപ്പം തന്നെ കണ്ണൂരിലെ പയ്യന്നൂരിൽ നിന്നും പുറത്തു വരുന്ന വാർത്തകൾ അതൊരു സാധാരണ സഖാവിനെയും ലജ്ജിപ്പിക്കുന്നതാണ്. ഏതൊരു സഖാക്കളെയും ലജ്ജിപ്പിക്കുന്ന കൂടിയാണ്. കൊല്ലപ്പെട്ട രക്തസാക്ഷി ധൻരാജിന്റെ കുടുംബത്തെ സഹായിക്കാൻ പാവം അണികൾ പിരിച്ചു നൽകിയ ഫണ്ടിലും പാർട്ടി ഓഫീസ് നിർമ്മാണ ഫണ്ടിലും നേതാക്കൾ കൈയിട്ട് വാരിയ വിവരം പുറത്തു കൊണ്ടുവന്ന പയ്യന്നൂർ ഏരിയ സെക്രട്ടറി
വി കുഞ്ഞികൃഷ്ണന് പാർട്ടി നൽകിയത് 8ന്റെ പണിയാണ്. അഴിമതിക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി സത്യം പറഞ്ഞവനെ പദവിയിൽ നിന്നും തെറിപ്പിച്ചെന്ന് മാത്രമല്ല, പാർട്ടിയെ ഒറ്റിക്കൊടുത്ത വഞ്ചകൻ എന്ന മുദ്രകുത്തി അദ്ദേഹത്തിന്റെ വീട്ടുപടിക്കലൊരു മരണാന്തര റീത്ത് ഗിഫ്റ്റായി എത്തിച്ച ആ രാഷ്ട്രീയ സംസ്കാരം എത്രത്തോളം തരം താഴ്ന്നതാണെന്ന് കൂടി ആലോചിക്കേണ്ടിയിരിക്കുന്നു. ഒടുവിൽ അനുഭവങ്ങൾ ഓർമ്മകൾ എന്ന പുസ്തകത്തിലൂടെ തനിക്കുണ്ടായ ഈ ദുരനുഭവങ്ങളും പാർട്ടിക്കുള്ളിലെ പകൽക്കൊള്ളകളും കുഞ്ഞികൃഷ്ണൻ തുറന്നെഴുതിയപ്പോൾ അത് വിപ്ലവ പാർട്ടിയുടെ മുഖം മൂടി തന്നെ അഴിച്ചു കാണിക്കുന്ന ഒന്നായി മാറുകയും ചെയ്തു. കട്ടൻ ചായയും പരിപ്പോടയും കഴിച്ച് വിപ്ലവം പ്രസംഗിക്കുന്നവരിടയിൽ രക്തസാക്ഷിയുടെ കുടുംബത്തിൽ നൽകേണ്ട പണത്തിൽ പോലും അഴിമതി നടത്തുന്നവരുടെ തനി നിറം ഇതോടെ ലോകമറിയുന്ന സാഹചര്യമുണ്ടായി. ഇപ്പോൾ വി കുഞ്ഞികൃഷ്ണൻ വിമതനായി മത്സരരംഗത്ത് ഇറങ്ങാൻ ഒരുങ്ങുമ്പോൾ അത് CPM-ന്റെ കോട്ടകളെ തന്നെ തർക്കമെന്നതിൽ യാതൊരു സംശയവുമില്ല. ആ കോട്ടകളെല്ലാം തകർന്ന് തരിപ്പണമാകുമെന്നതിൽ യാതൊരു തർക്കവുമില്ല. അവിടെ വിമതനായി മത്സരിക്കുന്നുള്ള സാധ്യതകളും ഇപ്പോഴിതാ ഏറി വരികയാണ്. പാലക്കാടാകട്ടെ VK ശശി ഒരുക്കുന്നത് ഒരു മഹാവിസ്ഫോടനം കൂടിയാണ്. പാർട്ടിക്കുള്ള വിഭാഗീയതയുടെ ഇരയായി തന്നെ പുറത്താക്കാൻ നോക്കിയവർക്ക് മറുപടിയായി ശശി ഒരു വിമത കൺവെൻഷൻ തന്നെ വിളിച്ചു ചേർത്തിരിക്കുക കൂടിയാണ്. സ്വന്തമായൊരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് CPM-ന്റെ വോട്ട് ബാങ്കിൽ വലിയൊരു വിള്ളലുണ്ടാക്കാൻ ശശി ഇതിനോടകം തന്നെ ഒരുങ്ങിക്കഴിക്കുകയും ചെയ്തിട്ടുണ്ട്. സഹകരണ ബാങ്ക് വിവാദങ്ങളും അച്ചടക്ക നടപടികളും ആയുധമാക്കി തന്നെ തകർക്കാൻ നോക്കിയ നേതൃത്വത്തിന് ശശിക്കൊപ്പം അണിനിരക്കുന്ന ആയിരക്കണക്കിന് പ്രവർത്തകരെ കാണുമ്പോൾ ശരിക്കും ഭയമാണ് ഉണ്ടാകുന്നതെന്നുള്ള ആരോപണങ്ങളും ഉണ്ടാകുന്നു. താഴെത്തട്ടിലുള്ള പ്രവർത്തകരുടെ വികാരം മാനിക്കാതെ ഒരു കോർപ്പറേറ്റ് സ്ഥാപനമായി പാർട്ടി മാറിയെന്ന് സുധാകരൻ വിളിച്ചു പറയുമ്പോൾ അതിന് അടിവരയിടുമ്പോൾ ശശിയുടെ പുറത്തുപോക്കും കുഞ്ഞികൃഷ്ണന്റെ വെളിപ്പെടുത്തലുകളും അഴിമതിക്കും സ്വജനപക്ഷപാതത്തിനുമെതിരെ ശബ്ദമുയർത്തുന്നവരെ ശത്രുക്കളായി കാണുന്ന ശൈലിയാണ് ഇപ്പോൾ നേതൃത്വത്തിന്റെ നിന്നും ആരോപണങ്ങൾ ഉണ്ടാകുന്നുണ്ട്. VD സതീശന്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ഇതിനോടകം തന്നെ സുധാകരനുമായി ചർച്ചകളെല്ലാം പൂർത്തിയാക്കി അദ്ദേഹത്തിന് പച്ചക്കൊടി കാട്ടിയും കഴിഞ്ഞു. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സുധാകരനെ ഒരു പ്രധാന മണ്ഡലത്തിൽ സ്ഥാനാർത്ഥിയാക്കുമെന്നുള്ള സംശയങ്ങൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ അങ്ങനെ സ്ഥാനാർത്ഥിയാക്കുന്നതിലൂടെ UDF-ന് ലഭിക്കുന്ന കരുത്ത് ചെറുതൊന്നുമല്ല എന്നാണ് കോൺഗ്രസിനുള്ളിൽ പോലും വരുന്ന വികാരങ്ങൾ എന്ന് പറയുന്നത്. വി കുഞ്ഞികൃഷ്ണന്റെ വിമത നീക്കങ്ങളും ഇടതുമുന്നണിയുടെ വോട്ടുകൾ ഭിന്നിപ്പിക്കുകയും അങ്ങനെ ചെയ്യുമ്പോൾ 2026-ൽ പിണറായി വിജയന്റെയും MV ഗോവിന്ദന്റെയും മൂന്നാം ഊഴം എന്ന സ്വപ്നം വെറും പകൽക്കിനാവായി മാറുമെന്നുള്ള ആരോപണങ്ങളും ആക്ഷേപങ്ങളും ഉണ്ടാകുന്നുണ്ട്. സഖാവ് സുധാകരൻ എന്ന പേരിൽ നിന്നുകൊണ്ട് സുധാകരൻ എന്ന ജനകീയ നേതാവിലേക്കും ശശി എന്ന കരുത്തനായ വിമതനിലേക്കുമുള്ള ഈ പരിണാമം കേരളമേറെ താല്പര്യത്തോടെയാണ് നോക്കിക്കാണുന്നത്. മറ്റൊരു സഖാവ് കൂടി പാർട്ടി വിടുന്നു എന്നതിലുപരി പാർട്ടിയുടെ ആത്മാവ് തന്നെ നഷ്ടപ്പെടുന്ന കാഴ്ചയാണ് നാം ഇവിടെ കാണുന്നത്. ആലപ്പുഴയും പാലക്കാട്ടെയും കണ്ണൂരിലെയും ഓരോ വീടുകളും ഈ നേതാക്കൾ സുപരിചിതർ കൂടിയാണ്. ആ ജനങ്ങൾ ഇവർക്കൊപ്പം നീങ്ങുമ്പോൾ അത് ഇടതു മുന്നണിയുടെ തകർച്ച പൂർത്തിയാക്കുകയും ചെയ്യും. പ്രലോഭനങ്ങൾക്ക് വഴങ്ങാതെ ആ പഴയ വിപ്ലവകാരികൾ ഇപ്പോൾ തന്റെ ആത്മാഭിമാനത്തിന് വേണ്ടി ഒരു പുതിയ പോരാട്ടം കൂടി തുടങ്ങുകയാണ്. ഇത് പിണറായി വിജയനും MV ഗോവിന്ദനുമുള്ള കൃത്യമായ മുന്നറിയിപ്പ് കൂടിയാണ്. തന്റെ പാർട്ടി മെമ്പർഷിപ്പ് വേണ്ടെന്ന് വെച്ച സുധാകരനും വിമത കൺവെൻഷൻ വിളിച്ചു ചേർത്ത ശശിയും റീത്ത് വെച്ച് അവമാനിക്കപ്പെട്ട കുഞ്ഞികൃഷ്ണനും ജനങ്ങളുടെ പിന്തുണയാണ് തങ്ങൾക്ക് വലുതെന്ന് ഇതിനോടകം തന്നെ തെളിയിച്ചിട്ടുമുണ്ട്. ഈ ജീവൻ മരണ പോരാട്ടത്തിൽ അവരുടെ കൈപിടിച്ചുകൊണ്ട് കോൺഗ്രസ് പുതിയൊരു ചരിത്രം കുറിക്കാൻ തയ്യാറെടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം. CPM-ന്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ ഉയർന്നു വന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് ഈ നേതാക്കളെല്ലാം. സർക്കാരിന്റെ പിൻവാതിൽ നിയമനങ്ങളും അഴിമതി ആരോപണങ്ങളും പാർട്ടി നേതാക്കളുടെ കുടുംബവാഴ്ചയും സുധാകരനെ പോലൊരു നേതാവിന് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മാത്രമല്ല, താൻ മന്ത്രിയായിരുന്ന കാലത്ത് നടത്തിയ ശുദ്ധീകരണം ഇന്നും ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന്റെ മതിപ്പ് വർദ്ധിപ്പിക്കുന്ന കാര്യം കൂടിയാണ്. ആ ജനകീയതയെ ഭയപ്പെടുന്നവർ അദ്ദേഹത്തെ ഒതുക്കാൻ ശ്രമിച്ചത് പാർട്ടിയുടെ തന്നെ നാശത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. MV ഗോവിന്ദന്റെ പരിഹാസത്തിന് സുധാകരനും ശശിയും കുഞ്ഞികൃഷ്ണനും തങ്ങളുടെ രാഷ്ട്രീയ നീക്കങ്ങളുടെ മറുപടി നൽകുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. 2026-ലെ തെരഞ്ഞെടുപ്പിൽ ഇവർ നയിക്കുന്ന പ്രചരണം CPM-ന്റെ കുടുംബവാഴ്ചയ്ക്കും ഏകാധിപത്യത്തിനും അഴിമതിക്കുമേറ്റ കനത്ത പ്രഹരമായിരിക്കുമെന്നാണ് കോൺഗ്രസ് വൃത്തങ്ങളിൽ നിന്നും പുറത്തുവരുന്ന വിവരങ്ങളെല്ലാം. ഒരു വശത്ത് വർഷങ്ങളോളം പാർട്ടി നയിച്ചവരെ അപമാനിച്ച് പുറത്താക്കുന്ന നേതൃത്വവും മറുവശത്ത് അവഗണിക്കപ്പെട്ടവരെ നെഞ്ചോട് ചേർക്കുന്ന ജനാധിപത്യ ബോധവും തമ്മിലുള്ള പോരാട്ടമായി മാറിക്കഴിഞ്ഞു എന്നാണ് കോൺഗ്രസ് പറയുന്നത്. VD സതീശൻ പറഞ്ഞ ആ വിസ്മയം യാഥാർത്ഥ്യമാകുമ്പോൾ കേരള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെടും. സഖാവ് സുധാകരൻ ഇനി കോൺഗ്രസിന്റെ കരുത്തായി മാറുമ്പോൾ അത് കേരള രാഷ്ട്രീയത്തിലെ ഒരു പുതിയ യുഗപ്പിറവി കൂടിയായിരിക്കും. ജനങ്ങളുടെ പിന്തുണയോടെ താൻ വിശ്വസിച്ച ആദർശങ്ങൾക്ക് വേണ്ടി അവർ പുതിയൊരു പടപ്പുറപ്പാട് ആരംഭിച്ചിരിക്കുകയാണ്. ഈ പോരാട്ടത്തിൽ നീതിയും സത്യവും ആർക്കൊപ്പമാണോ അല്ലെങ്കിൽ അവരോടൊപ്പം ഉണ്ടാകുമെന്ന് തന്നെയാണ് കോൺഗ്രസും വിചാരിക്കുന്നത്. പക്ഷേ അത് CPM-ന്റെ അധികാരമോഹങ്ങൾക്കേറ്റ വലിയൊരു ആഘാതം കൂടിയാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ്. നോക്കൂ, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവർ ഉയർത്തുന്ന ചോദ്യങ്ങൾക്കും കോൺഗ്രസിന്റെ ജനാധിപത്യപരമായ രാഷ്ട്രീയത്തിനും കേരളത്തിലെ ജനങ്ങൾ വോട്ട് രേഖപ്പെടുത്തുമെന്നാണ് ജനങ്ങളെല്ലാം പറയുന്നത്. മാത്രമല്ല, ഒരു വിഭാഗം കോൺഗ്രസ് അനുകൂലികളെല്ലാം പറഞ്ഞു വെക്കുന്നത് ഈ ജീവൻ മരണ പോരാട്ടം കേരളത്തിന്റെ രാഷ്ട്രീയ ദിശയെ തന്നെ മാറ്റി എഴുതുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. കാത്തിരിക്കാം ഇനി കേരളത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിൽ സുധാകരനും ശശിയും കുഞ്ഞികൃഷ്ണൻ ചേർന്ന് തീർക്കാൻ പോകുന്ന ആ വലിയ രാഷ്ട്രീയ പ്രകമ്പനത്തിന് വേണ്ടി.